ഹായ് മക്കളെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതും അവഗണിക്കപ്പെടുന്നത് ആരുടെ ശബ്ദമാണെന്നറിയോ? അത് നിങ്ങളതാണ്, കേരളത്തിലെ വിദ്യാർത്ഥികളുടേതാണ്. കാരണം ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട ഏത് യൂട്യൂബ് വീഡിയോ ആയിക്കോട്ടെ, ചാനൽ ചർച്ച ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ താഴെ വിദ്യാർത്ഥികളുടെ കമൻറ്റ് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അവരുടെ സങ്കടവും രോഷവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇപ്പം നേരിടുന്ന മൂല്യച്യുതികളെക്കുറിച്ച് അവർ അടിവരയിട്ട് പറയുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പോൾ MS സൊല്യൂഷൻ എന്നുള്ള യൂട്യൂബ് ചാനലാണ് ടാർഗറ്റ്. ആൻഡ് MS-ന്റെ കൊടുവള്ളിയിലെ ഓഫീസ് എന്താണ് സീൽ ചെയ്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നൊക്കെ ഷെഡ്യൂൾ ചെയ്ത ലൈവുകൾ നടക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയുന്നില്ല. ആൻഡ് ഷുഹൈബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഷുഹൈബിന് എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. ആൻഡ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് MS അല്ലെങ്കിൽ നിങ്ങളുടെ ഷുഹൈബ് സർ ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യില്ല എന്നുള്ളതാണ്. ആൻഡ് ആരോപണം തെളിയിക്കേണ്ടത് പോലീസിൻ്റെയും അധികാരിയുടെയും കാര്യമാണ്. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇപ്പം നേരിടുന്ന ഒരേ ഒരു പ്രശ്നം ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ച മാത്രമാണോ? അല്ല എന്നുള്ളത് ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴെയുള്ള വിദ്യാർത്ഥികളുടെ കമൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും പറയുന്നത്, സാറേ ഞങ്ങളൊക്കെ പരീക്ഷ എടുക്കുമ്പോൾ ഈ യൂട്യൂബ് ചാനലുകൾ കാണാൻ നിർബന്ധിതരാക്കപ്പെടുകയാണ്. കാരണം ഞങ്ങൾക്ക് ക്ലാസ്സിൽ എടുക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഒരുപാട് അധ്യാപക സുഹൃത്തുക്കൾ എന്നോട് തന്നെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. വളരെ ആത്മാർത്ഥതയോട് ക്ലാസ് എടുക്കുന്ന അധ്യാപകർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ പറയുന്ന ഈ കാര്യത്തിൽ കുറച്ചൊക്കെ ശരിയുണ്ടെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അധ്യയന വർഷത്തിൽ പഠിപ്പിച്ച് തീർക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ടോപ്പിക്കുകളാണ് ഓരോ അധ്യാപകനും പഠിപ്പിക്കാനുള്ളത്. അതിൻ്റെ കൂടെ അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും ഒത്തിരി അവധികൾ വരുന്നു, മഴക്കെടുതികൾ വരുന്നു. ആൻഡ് അതേപോലെ തന്നെ പല സമുദായ നേതാക്കളും ജനിച്ചതിനും മരിച്ചതിനൊക്കെ അവധി കൊടുത്തിട്ട് എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമയം അധ്യാപകർക്ക് കൊടുക്കുന്നില്ല. ഇതുകൊണ്ട് കുട്ടികൾക്ക് പലർക്കും പാഠഭാഗങ്ങൾ ക്ലാസ് റൂമിൽ നിന്ന് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ക്ലാസ് റൂമുകളിലെ ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ ആണ്. ഒരു വികസിത രാജ്യത്തും കേൾവി പോലും ഇല്ലാത്ത ഒരു ക്ലാസ് റൂമിൽ മിനിമം 50 കുട്ടികളാണ് കേരളത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ +1 +2 ആകുമ്പോൾ അത് 70ലേക്ക് എത്തുന്നുണ്ട്. എത്ര വലിയ സൂപ്പർ ഹീറോ അധ്യാപകനാണെങ്കിലും ഒരു ക്ലാസ്സിലെ 50 കുട്ടികൾക്കും ഒരുപോലെ മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ 1 or 2 പാഠം മാത്രമാണ് ഒരു അധ്യയന വർഷത്തിൽ പഠിപ്പിച്ചു തീർക്കുക. ഈ 2 പ്രശ്നങ്ങളും സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടികളും യൂട്യൂബ് ചാനലൊന്നും ആശ്രയിക്കേണ്ടി വരില്ല. ആൻഡ് ഈ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും സർക്കാർ ശ്രദ്ധിക്കണം. കാരണം ഇന്നത്തെ കുട്ടികളാണ് നാളെ പഠിച്ച് മിടുക്കരായിട്ട് വൻകിട കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലിയും സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ടാക്കി കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് പുത്തൻ ഉണർവ് നൽകേണ്ട കുട്ടികളാണ്. അവരൊരു ക്ലാസ് റൂമിൽ 50 കുട്ടികൾ ഇരുന്നിട്ട് ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന സിസ്റ്റത്തിലല്ല പഠിക്കേണ്ടത്. അവർക്ക് പലതും മനസ്സിലാവില്ല, എസ്പെഷ്യലി മാത്സും സയൻസും പോലത്തെ സബ്ജക്റ്റുകൾ. സോ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനും കൂടെ എന്ത് ചെയ്യണം, ഈ ഒരു വിവാദം കാരണമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം, കഴിഞ്ഞ 1 വർഷമായിട്ടേ ഉള്ളൂ ഈ ഒരു ചോദ്യപേപ്പർ ചോർത്തിക്കൊണ്ടാണ് പ്രഡിക്ഷൻസുകൾ നൽകുന്നത്. പക്ഷെ അതിനു മുമ്പ് എന്തിട്ടുണ്ട്, കേരളത്തിൽ യൂട്യൂബ് ചാനലുകൾ ഉണ്ടായിട്ടുണ്ട്, അവരൊക്കെ പ്രഡിക്ഷൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, എജ്യൂപോർട്ടിൻ്റെ കേസിൽ വളരെ ശക്തമായിട്ട് അടിവരയിട്ട് ഞാൻ പറയാണ്, ഞങ്ങൾ ഇനിയും പ്രഡിക്ഷൻ തുടരും. ഒരു ചോദ്യപേപ്പറും ചോർത്തേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ആൻഡ് ഞങ്ങൾ പറയുന്ന ഒരു 50 ചോദ്യങ്ങളാണെങ്കിൽ അതിൽ 25 or 26 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷ വരാൻ സാധ്യതയുണ്ട്. ഇന്നും നാളെയും ഒക്കെ ഞങ്ങളുടെ ലൈവുകൾ നടക്കും. ഇന്ന് എനിക്ക് തോന്നുന്നു ബയോളജിയും ഹിന്ദിയുമാണെന്ന് തോന്നുന്നുണ്ട്. അതിലൊരു മാറ്റവും വരുത്തില്ല. സോ അവസാനമായിട്ട് എനിക്ക് സർക്കാരിനോട് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്, അതായത് ചോദ്യപേപ്പർ ചോർത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്താണ്, ആരാണ് അതിന് പിന്നിലുള്ളത്, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാവാതെ പോകരുത്. എന്തുകൊണ്ട് കേരളത്തിലെ കുട്ടികൾ യൂട്യൂബ് ചാനലുകളെ ഇത്രയധികം ആശ്രയിക്കപ്പെടുന്നു? അതിൻ്റെ റീസൺ ഇവിടുത്തെ അധ്യാപകരല്ല, പക്ഷെ ഈ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം മാറ്റാനുള്ള നടപടിയും കൂടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും അധ്യാപകരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ബൈ.